ഈ ഒരു സബ്സ്ക്രൈബ് ബെൽ ബട്ടൻ്റെ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹലോ ഗൈസ്, നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയും നെയിംസും വെച്ച് സബ്സ്ക്രൈബ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീഡിയോ ഓപ്ഷനിൽ പോകുക. അതെങ്കിൽ 16:9 എന്ന റേഷ്യോ എടുക്കുക. എന്നിട്ട് നിങ്ങൾ മീഡിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ സ്ക്രീൻ വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അതൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അത് ഞെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാകുമ്പോൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക. പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടുന്ന് നിങ്ങൾ മീഡിയ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലോഗോ ആദ്യം സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്തെടുത്ത് കഴിയുമ്പം ജസ്റ്റ് ഞാൻ ഇപ്പം എൻ്റെ ഒരു ലോഗോ സെലക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലോഗോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രോപ്പിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്രോപ്പിംഗ് നമ്മളെ കട്ട് ചെയ്യുന്നത് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അവിടുന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചെറുതാക്കുക. നിങ്ങളുടെ ആ ഒരു ലോഗോ മറ്റേ ആ സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയ്ക്കകത്ത് കയറി നിൽക്കുന്ന രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ചെറുതാക്കി ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ എൻ്റെ ലോഗോ ഒന്ന് കറക്റ്റ് ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ആ ക്രോപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടനകത്ത് കയറി നിൽക്കുന്ന രീതി സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരുപാട് സൂമായിപ്പോയി. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടനകത്ത് കയറി നിൽക്കുന്ന രീതിയാണ് ചെയ്യുക. എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടനും ജസ്റ്റ് കറക്റ്റ് 4 മൂലയും കറക്റ്റാണോ എന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു ലോഗോയുടെ ആ ഒരു ലെയർ ഫുള്ളായിട്ടൊന്ന് ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ലെയർ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഞാൻ ഏറ്റവും അവസാനം വെളിയിൽ പോയ കുറച്ച് ഭാഗത്തോട്ട് കയറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പം നമ്മുടെ ലോഗോ കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് കറക്റ്റ് ഇതായിട്ട് കയറി ഇരിപ്പുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇൻ ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ സ്ലൈഡ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേന് ആ ഒരു ലോഗോ മുകളിലേക്കായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതി ആ ഒരു ഗ്രീൻ സ്ക്രീൻ്റെയും ആ ഒരു ബെൽ ബട്ടൻ്റെയും നമ്മുടെ ലോഗോയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു രീതി നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന ആ സ്കെയിൽ സെറ്റ് ചെയ്തെടുക്കുക. സിമ്പിളാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ഈ ഒരു ലോഗോ ഇൻ ആനിമേഷൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ ചെയ്യണം. അത് നമ്മുടെ ലോഗോ തിരിച്ച് പോകാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. ലോഗോ ഇൻ ആനിമേഷൻ ചെയ്യുമ്പോഴത്തേനും ലോഗോ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ പൊങ്ങി വരികയും ഔട്ട് ആനിമേഷൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ലോഗോ ഈ സബ്സ്ക്രൈബ് ബട്ടൺ തിരിച്ചു പോകുന്ന കൂടെ തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഔട്ട് ആനിമേഷനും കയറി മറ്റേ ഇൻ ആനിമേഷനും ചെയ്ത പോലെ തന്നെ സ്കെയിലിൽ കറക്റ്റ് ഒരളവ് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ അത് തിരിച്ചൊന്ന് ഇൻ ആനിമേഷൻ്റെ കൂടെ തിരിച്ച് ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ തിരിച്ച് പൊങ്ങി വന്നിട്ട് അത് തിരിച്ച് പോകത്തുള്ള ഒരു ലോഗോ. ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ആ സ്കെയിൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എപ്പോഴെങ്കിലും അത് കറക്റ്റായിട്ടൊരു വരും, ടൈമിങ് കറക്റ്റായിട്ട് വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആ സ്കെയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് പറ്റുകയാണ്. അപ്പം അത് സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കറക്റ്റൊരു ഇത് നമുക്ക് കിട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴെങ്കിലും. ഇപ്പം എൻ്റെ ഏകദേശം ആ ഒരു ഇൻ ആനിമേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ലോഗോ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ പൊങ്ങി വരുന്ന ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഔട്ട് ആനിമേഷനും ലോഗോയുടെ കാര്യത്തിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗോ ഇച്ചിരി സ്പീഡാണ്, നമുക്കൊന്ന് കുറയ്ക്കാം. സ്പീഡ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി നമ്മുടെ ആ സ്കെയിൽ.
ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് കൊടുത്താൽ മതി. നമുക്കപ്പം ആ ഒരു പോകുന്ന ലോഗോ തിരിച്ച് പോകുന്ന ഒരു സ്ലോ ആവും. നമ്മൾ ഈ ഒരു സ്കെയിൽ കുറച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മളത് സെറ്റായിട്ടുണ്ട്. ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഇന്നാനിമേഷനും കറക്റ്റായിട്ടുണ്ട്, ഔട്ട് ആനിമേഷനും കറക്റ്റായിട്ടുണ്ട്. ആ ഒരു സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ്റെ കൂടെ തന്നെ അത് തിരിച്ച് പോകുന്നതുകൊണ്ട്, ആ ഒരു ബെൽ ബട്ടൻ്റെ കൂടെ തന്നെ കയറി വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ പോകുന്നുമുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെയറിനകത്ത് പോയി ടെസ്റ്റ് എഴുതുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ നെയിമാണ് ഇനി ആ ഒരു ഇതിനകത്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഉള്ളത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ലെയറിലോട്ട് നിങ്ങൾ പോകുക. ആദ്യം ജസ്റ്റ് ഒന്ന് ആ ഒരു ബെൽ ബട്ടൺ മുകളിൽ വരുന്ന പോലെ ഒന്ന് ചെയ്ത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ലെയറിൽ പോയിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടൂൾ എടുത്ത് നിങ്ങളുടെ ഇതിൻ്റെ ചാനലിൻ്റെ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ ചാനൽ നെയിമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എന്നിട്ട് ആ ഒരു സെൻറ്ററിലോട്ട് കയറ്റി വെക്കുക. എന്നിട്ട് കറുപ്പ് നിറം കൊടുക്കുക. ഇപ്പോൾ വെള്ളയായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, അപ്പോൾ ഒരു കറുപ്പ് നിറം കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഇത്രയും കടും നിറം വന്നേക്കെന്ന് പറഞ്ഞാൽ ഷാഡോ കാരണമാണ്. ആ ഷാഡോ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു വൃത്തിയോട് മാറും. അതുപോലെ തന്നെ നമുക്കിവിടെ പല ഡിസൈൻസ് കിട്ടും. അത് കൈമാസ്റ്റർ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു ഡിസൈൻ വെച്ച് ചെറുതായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഡിസൈൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ആ ഒരു ഇത് നമ്മുടെ ടെസ്റ്റ് കാണാൻ വേണ്ടി, നമ്മുടെ ചാനൽ നെയിം കാണാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ലോഗോ വെച്ച പോലെ തന്നെ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് നമ്മൾ കറക്റ്റ് സെലക്ട് ചെയ്ത് കറക്റ്റ് ഒരു ഇത് ടൈമിങ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് നമ്മുടെ മറ്റേ ലോഗോയുടെ ആ ഒരു ഇത് തന്നെ സൈസ് തന്നെ ഇതിനും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിലും പക്ഷെ നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ആദ്യം തന്നെ ഇൻ ആനിമേഷനും അതുപോലെ തന്നെ ഔട്ട് ആനിമേഷനും ചെയ്യണം. ഇൻ ആനിമേഷൻ അറിയാത്തവരോട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ലോഗോ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ്റെ കൂടെ പൊങ്ങി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇൻ ആനിമേഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ തിരിച്ച് പോകാൻ നേരത്ത് അതിൻ്റെ കൂടെ തിരിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഔട്ട് ആനിമേഷൻ ഉപയോഗിക്കുന്നത്. വെച്ചാൽ ലോഗോ ആണെങ്കിൽ ലോഗോ, ഇല്ലെങ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ്, ഇത് രണ്ടും താഴേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഔട്ട് ആനിമേഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇൻ ആനിമേഷൻ പൊങ്ങി വരാനും വേണ്ടി. ഇപ്പം നിങ്ങൾ ആ ഒരു ലോഗോയുടെ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ ആ ടെസ്റ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് വരുന്ന പോലെ കാണാൻ പറ്റും. ഗൈസ് ഇപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ രണ്ട് ഏകദേശം ഒരുപോലെ സെറ്റായിട്ടുണ്ട്. രണ്ട് ഏകദേശം ഒരുപോലെയാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ നന്നാക്കാൻ നോക്കാം. കാരണം നിങ്ങൾ മാക്സിമം നന്നാക്കാൻ നോക്കിയാൽ കാണാൻ ഒരു ഭംഗിയാണ്. തൊഴിലെ പലതും ലോഗോ ഒരു ടൈമിംഗ് ആണ്, ടെസ്റ്റ് വേറൊരു ടൈമിംഗ് ആവും. അത് കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ ലോഗോയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബെല്ലൈക്കനും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് ഒരുമിച്ചാണ് വന്നേക്കുന്നത്. ഇപ്പം വലിയ വൃത്തികേടില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ലെവലിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈം ഇതിനോട് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിനൊരു സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ അത് വരുന്നുണ്ട്. ടൈമിംഗ് ഒക്കെ പക്കയാണ് ഇപ്പോൾ തന്നെ. ഇനി നമുക്കത് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫോണിലൊക്കെ എക്സ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഗെയിമിൻ്റെയോടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയുടെ കൂടെ ഇന്ന് ചെയ്ത് നോക്കണം സക്സസ് ആവുന്നുണ്ടോ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊരു ഗെയിം വീഡിയോയുടെ, ഞാനിപ്പോൾ ഒരു ഗെയിം വീഡിയോയുടെ കൂടെയാണ് ഇത് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് ഏത് വീഡിയോയുടെ വേണമെന്നോട് ചെയ്യും. ഗെയിമിന് ഞാനിപ്പോൾ ജസ്റ്റ് ഗെയിം വീഡിയോ കാണിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഗാലറി ഇപ്പോൾ ഒരു ഗെയിം പ്ലേയുടെ വീഡിയോ ആണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഒരു സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ചെയ്ത് കാണിക്കാം, സെറ്റ് ചെയ്ത് കാണിക്കാം. നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വെച്ച് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ബെൽ ബട്ടൺ ചെയ്യാൻ പോകുന്നത്. നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് എന്നിട്ട് നിങ്ങൾ ആ നടുക്കോട്ട് പോയിട്ട് ആ ഒരു ബെല്ലൈക്കൻ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോയിൽ എവിടെയാണോ ആ ബെല്ലൈക്കൻ വേണ്ടത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്രോമാക്കി വെച്ച് ആ ഒരു ഇത് കളയാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇത് കൈമാസ്റ്റർ ഉപയോഗിക്കുന്നവരാണ് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രോമാക്കി വെച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതിങ്ങിട്ട് നിങ്ങൾ ജസ്റ്റ് കറക്റ്റ് സെറ്റാക്കി എടുക്കും.
ഇപ്പം നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വീഡിയോയിലായിട്ട് വരുമ്പോൾ നമുക്ക് ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങളുടെ ടൈമിങ് തെറ്റാണ് വീഡിയോക്കകത്ത് വരുമ്പോൾ കറക്റ്റ് ആ ഒരു വൃത്തിയുടെ വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. കറക്റ്റ് ടൈമിംഗ് ആണ് കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ കഴിയും. കറക്റ്റ് ടൈമിങ്ങിലാണ് ഈ ഒരു വീഡിയോ നമ്മുടെ പൊങ്ങി വരുന്നത്. ആ ഒരു സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കറക്റ്റ് ടൈമിംഗ് ആണ്. നമ്മുടെ ലോഗോയും അതുപോലെ തന്നെ ടെക്സ്റ്റും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഒരുമിച്ചാണ് പൊങ്ങി വരുന്നത്. ഇത്ര എളുപ്പമാണ്. നിങ്ങൾക്കും ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുക.